പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 22ാം ഗഡു വിതരണത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം മാറ്റിവെച്ച സാഹചര്യത്തിൽ ധനസഹായ വിതരണത്തിൽ മാറ്റമുണ്ടാകുമോ, ഫാർമർ ID ഇല്ലാത്തവർക്ക് പണം ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ച് പറയാം. മാർച്ച് 11-ാം തീയതിയിലേക്ക് സന്ദർശനം മാറ്റിയിട്ടുണ്ടെങ്കിലും PM കിസാൻ വിതരണം ഇതിനെ മാത്രം ആശ്രയിച്ചല്ല നടക്കുന്നത്. സാധാരണയായി രാജ്യവ്യാപകമായ ഒരു പരിപാടിയിലൂടെയാണ് പ്രധാനമന്ത്രി പണം റിലീസ് ചെയ്യുന്നത്. മാർച്ച് ആദ്യവാരം പ്രധാനമന്ത്രി തമിഴ്നാട് സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ട്. ഈ സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം വിതരണം ഉണ്ടാകാനും സാധ്യതയുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം മാർച്ച് മാസം ആദ്യവാരം ഹോളി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി തുക വിതരണം ചെയ്യാനാണ് സാധ്യത. 22ാം ഗഡു വിതരണം ഏത് സംസ്ഥാനത്ത് വെച്ചാണ് നടക്കുക എന്ന് ഇതുവരെ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. വിതരണത്തിന് 3-4 ദിവസം മുമ്പ് മാത്രമാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവുക. വിവിധ സംസ്ഥാനങ്ങളിൽ ഫാർമർ ID നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ നിലവിലെ പണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 22ാം ഗഡു ലഭിക്കുന്നതിന് ഫാർമർ ID ഉടൻ നിർബന്ധമാണെന്ന് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. ഫാർമർ ID ഇല്ലെങ്കിലും ഇനി പറയുന്ന 3 കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ എത്തുകയുള്ളൂ. KYC പൂർത്തിയായിരിക്കണം. അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് yes എന്ന് തന്നെ കാണിച്ചിരിക്കണം. അതായത് ഭൂമിയുടെ രേഖകൾ കൃത്യമായി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇതെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങൾക്ക് PM കിസാൻ വെബ്സൈറ്റിലെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അവിടെ ആധാർ നമ്പറോ രജിസ്ട്രേഷൻ നമ്പറോ നൽകിയാൽ നിങ്ങളുടെ ലാൻഡ് സീഡിംഗ് KYCയും പൂർത്തിയാണോ എന്ന് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ മാർച്ച് 11-ലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാറിയാലും ധനസഹായം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. പുതിയ കർഷകർക്ക് ID നിർബന്ധമാണെങ്കിലും പഴയ ഗുണഭോക്താക്കൾക്ക് KYC ആണ് പ്രധാനം. കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കരുത്.